ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, അംബികാമാൻ, ബിജുക്കുട്ടൻ ചേട്ടാ, നമസ്കാരം. എന്നാ പിന്നെ തുടങ്ങല്ലേ? വീട്ടിന് കരുനാപ്പള്ളിക്കാരുണ്ട്. ആദ്യത്തെ സ്കിറ്റ് സുമി, മനോജ് വല്ലഞ്ചൊഴി, ശംഭു. അടിപൊളി. സാർ നമസ്കാരം. അതെ, PC K രാജേഷാണ്. പിശുക്കൻ രാജേഷ് അല്ല, PC K രാജേഷാണ് സാറ്. 23-ാം തീയതി വരെയാണ് ഞാൻ ലീവ് പറഞ്ഞതേ. അത് ഞാൻ ചെന്നൈ വന്നായിരുന്നു മോനൊരു സീറ്റിന് വേണ്ടി. അവിടെ കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ അടയാർ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവിടെ സീറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ മംഗലാപുരം വന്ന് അവിടെ സീറ്റില്ല. പിന്നെ അവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ 3-4 സീറ്റ് ഇരിക്കുന്നത്. ഞങ്ങൾ അതിൽ ഇരിക്കുക തിരിച്ചു വരാൻ വേണ്ടി. ശരി സാറേ, ഞങ്ങളെ 23-ാം തീയതി വരെയാണ് ഞാൻ ലീവ് പറഞ്ഞത്. 23-ാം തീയതി സാർ സ്റ്റേഷൻ ഉണ്ടെങ്കിലേ അയലത്തറ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അങ്ങോട്ട് വരല്ലേ കേട്ടോ. അവിടെ വന്നാൽ സാറിനെ ആന കുത്തും. ശരി സാറേ, ഓക്കെ ഓക്കെ ഓക്കെ. കള്ള ലീവ് പറഞ്ഞിട്ട് എനിക്ക് ഗാനമേള ഉണ്ടേ അയലത്തറ അമ്പലത്തില്. അല്ലെങ്കിൽ SI വന്ന് അവിടെ ഒന്ന് കാണും. അയലത്തറ അമ്പലത്തിലെ കമ്മിറ്റി ഭാരവാഹിയല്ലേ? അതെ, രാജേഷാണ് PK സാർ. ഓക്കെ ഓക്കെ. അവിടെ പോസ്റ്റർ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയണം പോലീസുകാരനാണെന്ന്, അല്ലെങ്കിൽ അറിയാമല്ലോ. ഓക്കെ ഓക്കെ. 8 മണിക്ക് തന്നെ, 8 മണിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പൊരിക്കും, നമ്മൾ തട്ട് പൊരിക്കും നമ്മൾ. ഓക്കെ ഓക്കെ. ഞങ്ങൾ പ്രാക്ടീസാണ്, എൻ്റെ വീട്ടിൽ വെച്ചാണ് എൻ്റെ പ്രാക്ടീസ്. ഓക്കെ 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 ഓക്കെ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്, ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും വേണ്ടില്ല, ഓഫീസിൽ പോകാനുള്ള ബാഗും പൊതിയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ജോലിക്ക് ഇറങ്ങി പോകണം. എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് കാണുന്നുണ്ട്. ഞാൻ ലീവ് പറഞ്ഞിട്ടോ സാറിനോട്. കള്ള ലീവ് പറഞ്ഞിട്ടില്ലേ പക്ഷേ നിങ്ങൾ ഈ വീട്ടിൽ കയറി ഇരിക്കുന്നത്? എന്താ കള്ള ലീവ് പറഞ്ഞു? പോലീസുകാരനായിട്ട് നാണമില്ലല്ലോ നിങ്ങൾക്ക് കള്ളം പറഞ്ഞ് ലീവ് ഇരിക്കാൻ. ഞാൻ കേട്ടായിരുന്നു ഫോണിനകത്ത് SI വിളിച്ച് പറയുന്നത് കേട്ടോ. എന്തോ മോന് സീറ്റ് മേടിക്കാൻ മദ്രാസിൽ പോയേക്ക് വന്ന് കോളേജിൽ ചേർക്കാൻ. അത്രയും പോകുന്നൊരു മോൻ ഞങ്ങൾക്കില്ല. നിങ്ങൾ എന്തോ ഈ കള്ളം ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് പോലീസ് ജോലി ഇഷ്ടമല്ല, എനിക്ക് ഗാനമേളക്കാരായിട്ട് ജീവിക്കാനായി ഇഷ്ടം. മനുഷ്യ, അത് നിങ്ങൾക്ക് വില അറിയാനായിട്ടാ. നിങ്ങൾ ആദ്യം കാക്കയെ ബഹുമാനിക്കണം, കാക്കയെ ഇഷ്ടപ്പെടണം. എനിക്ക് കാക്കി ഇഷ്ടമല്ല, എനിക്ക് ഉത്സവ പറമ്പിലെ കാപ്പിയായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. 2 കാലം കാപ്പി നിങ്ങളുടെ അമ്മക്ക് ഞാൻ ഒഴിച്ചു തന്നേരമല്ലോ. നിന്റെ കാപ്പി കുടിച്ചിട്ട് നിന്റെ മുന്നേ ഗാനമേള നടത്താനല്ല. ഞാൻ 23-ാം തീയതി എനിക്ക് അയലറ അമ്പലത്തിൽ പരിപാടിക്ക് പോകണം, അറിയോ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പരിപാടിക്കാന്ന് പറഞ്ഞ് പോത്തില്ല. എന്തോ പരിപാടിക്ക് പോകണ്ട, നിങ്ങൾ വെക്കണമെന്ന്. പരിപാടിക്ക് പോയായിരുന്നു ഞാൻ സംഭവം എന്താ അറിയോ? സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നെറ്റിക്ക് ഒരു സല്യൂട്ട് അടിച്ച് തീർക്കാം. പരിപാടിക്ക് പോയില്ലെങ്കിൽ എന്റെ എവിടെയൊക്കെ പിടിച്ച് അവർ അടിക്കുമെന്ന് അറിയാമോ? എനിക്ക് ചെന്നേ പറ്റത്തുള്ളൂ. അയ്യോ, എന്ന് വെച്ച ഇതുവരെ ഇങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് കൊച്ചു പിള്ളേർ ക്ലബ്ബിൽ നടത്തുന്ന പരിപാടിക്ക് ഞാൻ പോയി നോക്കിയപ്പോ ഉച്ചയ്ക്ക് ഓണസദ്യ പോലും കഴിക്കാതെ ഇയാൾ പോയി ഇരക്കുവാ. മൈക്കൊന്ന് തരാവോ മക്കളെ, അങ്കിൾ ഒരു പാട്ട് പാടട്ടെ എന്ന്. നേരം ആ പിള്ളേർ പറഞ്ഞ സാറല്ലയോ ഒരു പാട്ട് പാട്ടെ എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടി ചെയ്തായിരുന്നു. ആ പാട്ട് അതൊന്നും പിടിക്കാൻ പറഞ്ഞാൽ മതി. 3 ദിവസമായിരുന്നു കവിളി തലയോടിക്കൊണ്ട് ഇവിടെ ഇരുന്നത്. കൊച്ചു പിള്ളേർ വന്ന് നല്ല വേഷം നിങ്ങളുടെ കണ്ണം നോക്കി തന്നില്ലയോ? കൊച്ചു പിള്ളേർ അടിച്ചല്ല, ഞാൻ പാട്ട് പാടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോ പിള്ളേർ വന്ന അങ്കളെ അടിപൊളി പാട്ടായിരുന്നു, അടിപൊളി പാട്ടായിരുന്നു പിള്ളേർ തലോടി. അത് 2-3 പിള്ളേർ സ്പീഡിലൊന്നും തലോടി. അതിന് നീലായിരുന്നു, അല്ലാതെ എന്നെ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. നിങ്ങളിങ്ങ് വന്ന ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത്, അതൊരു സിദ്ധിയാണ്, ദൈവാനുഗ്രഹമാണ്. അല്ലാതെ ഈ കരൊക്കെ കിടന്ന് വെപ്രാളം പിടിച്ച് പാടുന്ന നല്ല സംഗീതം. ദൈവത്തെ ഓർത്ത് പ്രഗത്ഭര് പറഞ്ഞത് നമ്മൾ കേൾക്കണം. സംഗീതം അനന്ത സാഗരമാണ്. ആ സാഗരത്തിന്റെ ഒരു തുള്ളി പോലും നിങ്ങളുടെ ഈ വിരൽ കൊണ്ട് സ്പർശിക്കാനുള്ള മഹത്വം നിങ്ങൾക്കില്ല. പ്രവീണ, നീ പോടി. ആ സാഗരം നീന്തി കടന്ന് അക്കരെ പോയി തോർത്തിട്ട് നിൽക്കുന്നവനാ ഞാൻ. എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ആരോട് പറയാനായത്? മനുഷ്യൻ, നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടോ? എന്തോ ചോദ്യമാണ്. നീ അല്ലാതെ എനിക്ക് നീ ആരുണ്ടടി? നീ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഞാനുണ്ടോ? നിങ്ങൾക്ക് ജ്ഞാനുണ്ടോന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ജ്ഞാനമുണ്ടോ? സംഗീതത്തിൽ നിങ്ങൾക്ക് വല്ല ജ്ഞാനവും ഉണ്ടോ? ആരാടാ ഈ പറയുന്നത്? ഞാൻ ജനിച്ച് വീണതേ സംഗീതം കൊണ്ടാ വീണത്. ഞാൻ കിർങ്ങാന്ന് കരയുന്നതിന് പകരം എന്ന് പറഞ്ഞാണോ നിങ്ങൾ കരഞ്ഞത്? ആണോ? എനിക്ക് എന്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാ ഇത്. അപ്പൊ അച്ഛൻ്റെ എന്താ കിട്ടി? അച്ഛൻ്റെ കിട്ടിയതാ നീ ഞാനിവിടെ താമസിക്കുന്നത്. എന്തോ പറയുന്നത്? അമ്മ കച്ചേരി പഠിക്കാതിരിക്കല്ലായിരുന്നു. ആറാട്ടുപുഴക്കാരിയാ നിങ്ങളുടെ അമ്മ? ആറാട്ടുപുഴ എന്നല്ല പറഞ്ഞത്. കച്ചേരി പാട്ട് പാടുന്ന ആളല്ലേ എന്റെ അമ്മ. നിങ്ങളുടെ അമ്മ പാട്ട് പാടുമെന്ന്? കല്യാണം കഴിഞ്ഞിട്ട് 7-8
കൊല്ലമായി ഇതുവരെ ഇവർ അമ്മ ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. അതങ്ങനെ ഇവള് വലതുപാല് വെച്ച് കയറിയത് വാതിലല്ല എന്റെ അമ്മയുടെ അണ്ണാക്കില. അമ്മ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉടനെ വാ അടപ്പിക്കും. പിന്നെ എങ്ങനെ പാടും എന്റെ അമ്മ? അല്ലാതെ വിട്, സത്യമായിട്ട് നിങ്ങളുടെ അമ്മ പാട്ട് പാടുവോ? ഞങ്ങളമ്മ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു. ചുമ്മാ എടി പട്ടാണ് എന്നെ കുളിപ്പിച്ചിട്ട് അമ്മ തൊട്ടിൽ കിടത്തും, എന്നിട്ട് മൂട്ടി തട്ടി ഉറക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ട് അമ്മ പാടുന്നതെല്ലാം ഞാൻ കൃത്യത്വമാക്കും. അങ്ങനെ ഓമനത്തിങ്ങൾക്കിടാവാണ് ആദ്യം കുത്തിക്കയറുന്ന എന്നെ മനസ്സിലായിട്ട്. പാളെ കിടന്നപ്പോഴേ ഇങ്ങേർക്ക് കള്ളത്തരം ഉണ്ടായിരുന്നു. അമ്മയെ ഉറക്കമാന്ന് പറഞ്ഞ് പറ്റിച്ചിങ്ങനെ. കലാബോധമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നിരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഒറ്റയടിക്ക് അങ്ങ് എന്റെ കുടുംബത്തെ അങ്ങ് നിങ്ങൾ പറയില്ല കേട്ടോ. കലാപാതമുള്ള കുടുംബക്കാർ തന്നെ. എന്റെ അച്ഛനാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു തോറ്റംപാട്ടുകാരനായിരുന്നു. തോറ്റംപാട്ടുകാരല്ല, പാട്ടുപാടി തോറ്റതാ ഇവർ. ആര് പറഞ്ഞു? എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ, നല്ല അറിയുന്ന എന്റെ അച്ഛനെ. എന്റെ അച്ഛന്റെ മഹാത്മ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അച്ഛന്റെ മഹാത്മ്യം എന്റെ പേര് കിടന്ന് വിളയതാ ഇവരച്ഛൻ. നാട്ടുകാരൻ പോയി കുടിച്ചിട്ട് എന്തിനു പറയാ? എന്റെ വരുമ്പോ പോലീസല്ല, നീയൊക്കെ എന്നെ ചെയ്ത് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുക. എസ്ഐയുടെ കാലെ കടന്ന് ഒരു ദിവസം മൊത്തം കിടന്നിട്ടാ നിങ്ങൾ അച്ഛനെ പുറത്തിറക്കിയത്. അന്നങ്ങാടെ പരേടുണ്ടായിരുന്ന എസ്ഐന്റെ കാലായിട്ട് ചവിട്ടി തേച്ചേനായിരുന്നു. തേക്കണമായിരുന്നു. നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കല്യാണം കഴിച്ച വലിയ ഗൾഫുകാരനെ അങ്ങ് കെട്ടിയാൽ മതിയായിരുന്നു. പാവപ്പെട്ട മനുഷ്യനായിട്ട് കല്യാണം കഴിച്ചേടി, അല്ലാതെ പോലീസുകാരുണ്ട് കല്യാണം കഴിച്ചേടി. സർക്കാർ ശമ്പളം കൊതിച്ചാണ് ഞാൻ ഗവൺമെന്റ് ജോലിക്കാരെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ നഹളിപ്പൊന്നും ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദക്ക് ജോലിക്ക് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയിക്കോളാം. പോത്തില്ല. ഇവിടെ ഒരു ചെറുക്കനെ ഞാൻ ഗാനമേളയ്ക്ക് വിളിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ആ ചെറുക്കൻ ട്രംപിൽ കിടന്ന് കുന്തിരിപ്പ് കാണിക്കാൻ അറിയാലോ. സ്വന്തം ഭാര്യ നോക്കത്തില്ല, കള്ളക്കേസ് കുടിക്കാൻ അകത്തിടിക്കാൻ. എന്നെ കള്ളക്കേസ് കുടിക്കാൻ അകത്തിട്ട് നിങ്ങൾ രാത്രി 3 നേരം വെച്ച് പുഴുങ്ങി തിന്നോ? നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് എങ്ങനെ? നിങ്ങൾക്ക് വേറെ വല്ലവർക്കും ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഈ ജോലി രാജിവെക്കാൻ പോവാ. നിങ്ങൾ ജോലി രാജിവെച്ചാൽ തെക്കേപ്പുറത്ത് ഞാനൊരു തെങ്ങ് വെക്കും. ആ നല്ല, നമുക്ക് തേങ്ങ വിറ്റ് ജീവിക്കാമല്ലോ. നിങ്ങളെ ഞാൻ കൊല്ലും. നിങ്ങളുടെ ഓർമ്മയ്ക്ക് ഒരു തെങ്ങ് വെക്കുന്ന ഞാൻ പറഞ്ഞത്. അല്ല നിക്ക്, നിങ്ങളിങ്ങനെ തിളക്കാൻ വരട്ടെ. 23-ാം തീയതി എവിടെയാ നിങ്ങൾക്ക് ഗാനമേള? അതിലെത്ര അമ്പലത്തില്? എന്റെ ദൈവമേ, സംഗീതാസ്വാകരും കലാകാരന്മാരെ അംഗീകരിക്കുന്നു. ഇങ്ങനെ മൂടും നിങ്ങൾ അവർ അടികൊണ്ട് നിങ്ങൾ അങ്ങനെ മോടത്തൊന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് ഇതിന് മൈക്ക് എടുത്തിട്ട് ഞാൻ പറയും, പ്രിയമുള്ള കലാശ്രീകളെ, ഞാനൊരു പോലീസുകാരനാണ്, അറിയാലോ, വെളിയിൽ തരും ഞാൻ പോക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്തില്ല. അറിയാം, നീ കയറി പാത്തു പോകും. എവിടെങ്ങാണ്ട് കിടക്കുന്ന ഒരു പാവം പിടിച്ചവരെയും വിളിച്ചു വരുത്തും അടി ഷെയർ വാങ്ങിച്ചു കൊടുക്കാൻ. അവന് വല്ലതും അറിയുന്നുണ്ടോ? അന്നമായിട്ട് നടക്കുന്നവനെ എന്നെ അങ്ങനെ പേടിപ്പിക്കണ്ട. ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. ഇല്ല. രാജേഷേ, നീ സൂപ്പറാടാ. അടിപൊളി സാധനം രാജേഷേ, നീ അടിപൊളിയാണ്. അതിലറ ഞാൻ തകർക്കും. ഞാൻ ഇതിനാ പാതി പഴുത്ത പച്ചമുളക്. നമസ്കാരം, മനസ്സിലായില്ല? രാജേഷ് സാർ. രാജേഷാണ്. ഞാൻ മറ്റേ ഭരണിക്കാവ് പോലീസ് സ്റ്റേഷനിലെ PC കോശി സാർ പറഞ്ഞിട്ട് വന്നത്. PC കോശി പറഞ്ഞിട്ട് വന്ന ആളാണ്. ഞാനും PC കോശിയും കൂടെ ഭരണിക്കാവ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത്, അല്ല ഞാനും കോശിയും കൂടെ ഭരണിക്കാവ് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു ഒരു പാട്ടുകാരുണ്ടായിരുന്നു. എന്തായിരുന്നു പേരെന്ന് പറഞ്ഞത്? ഞാൻ അഷ്ടമുടി അജയൻ എന്ന് തന്നെ വിളിക്കും. അഷ്ടമുടി അജയനായിട്ടാണ് കഷ്ടപ്പെട്ട് ഇത്രയും മുടി വളർത്തിയിരിക്കുന്നത്. അയ്യോ അതല്ലെന്ന്, അഷ്ടമുടി അജയൻ എന്ന് പറയും. പക്ഷെ എന്റെ യഥാർത്ഥ പേര് അതല്ല. എന്താ? അഷ്ടമുടി വെൽവെറ്റ് അജയൻ. അത് ഗാനമേളക്കിടക്കിൽ കിട്ടിയ ഒരു പേരാണ്. ഒരു തമിഴ് പാട്ടുണ്ടല്ലോ മറ്റേ ബെൽവെറ്റ ബെൽവെറ്റ മെല്ലെ മെല്ലെ തൊട്ടിട്ടാ. ഈ പാട്ട് ഞാൻ പാടി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ വെൽവെറ്റ് ചേരുന്നുണ്ട് അറിയപ്പെടുന്നത്. നമ്മളെ ഇപ്പം എത്ര നാളെ ഈ ഫീൽഡില്? ഞാനിപ്പോ ഒരു 10-20 കൊല്ലമായി. 10 കൊല്ലമായില്ലേ? ഞാൻ 30 കഴിഞ്ഞ്. പ്രൊഫഷണൽ ആണോ അമച്ചറാണോ? സത്യമായിട്ടും അത് തന്നെ സംഭവം. പ്രൊഫഷണൽ ആണോ അമച്ചറാണോ? അമ്പച്ചിയാണ് സത്യം, അതാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുവാ? ഏതാണ് അമച്ചറാണ്? പ്രൊഫഷണൽ ആണെന്ന് പോയി പാടിയാ പോരാ? അത് പോരായോ? അയ്യോ അതല്ലെന്ന്, അമച്ചറാണോ പ്രൊഫഷണൽ ആണോ? അങ്ങനൊന്നും ഇല്ല. വീട്ടില് വേറെ ആരും പാട്ടൊക്കെ പാടുന്നു? അച്ഛൻ പാടും. അച്ഛൻ പാടുവോ? അഷ്ടമുടി മുരളി ഭയങ്കര പാട്ടായിരുന്നു. 4-5 കൊല്ലമായി. മരിച്ചു പോയില്ലേ? ഇല്ല. പിന്നെ എന്നോട് മിണ്ടത്തില്ല. അതെന്താ? അച്ഛന്റെ ആലിപ്പഴം അച്ഛനോട് ചോദിക്കാതെ ഞാൻ ഇത്രയും നാളും ആലിപ്പഴം അലിയാതെ അങ്ങനെ എങ്ങനെ സൂക്ഷിച്ചടാ? അയ്യോ, അച്ഛന്റെ ആലിപ്പഴം പേർക്കാം ഇനിക്കൂടം നിവർത്തി. മലയാള സിംഗർ ആണല്ലോ. അച്ഛനോട് ചോദിക്കാതെ ഞാൻ എടുത്തതിന്റെ പേരില് എന്നോട് പിണങ്ങിയിരിക്കണം അച്ഛൻ. അച്ഛൻ ആലിപ്പഴം ഇല്ലാതെ വീട്ടിലിരിക്കുന്നു, മോൻ ആലിപ്പഴം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ആലിപ്പഴം പറക്കാവുന്ന ഗാനമൊന്നും ഇപ്പൊ സ്റ്റേജിൽ പോകാറില്ല. ഇവിടെ നല്ല ഫാസ്റ്റും മറ്റേ ഇതൊക്കെ ഫാസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് മലയാളം മെലഡി അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് കേട്ടോ. ഒരു അപ്ഡേഷൻ ആണ്. കാരണം പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഇപ്പം പറമ്പിൽ ഓടും. നമ്മള് സ്റ്റേജ് ബിഹേവിംഗ് ഉണ്ട്. നമ്മള് അതാണ് 23-ാം തീയതി നമുക്ക് പോയിരിക്കണം. നമ്മളിപ്പോ സ്റ്റേജിലാണെങ്കിൽ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട്
ഈ ഒരു ആംബിഷൻ നമ്മൾ കൊടുക്കണം. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലം കൊട്ടഞ്ചിറ. കൊട്ടഞ്ചിറ. അപ്പൊ നമ്മുടെ പറമ്പിൽ എത്തിച്ച ഞാൻ നമസ്കാരം കൊട്ടഞ്ചിറ. ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് തുടങ്ങണം. പാട്ട് പറയും ഹിന്ദി ആണെങ്കിൽ നമ്മൾ ജനത്തിന് എടുക്കണം. നമ്മൾ ആദ്യം വിട്ട് ചെന്നിട്ട് ആലും കൂടെ വന്നിട്ടുണ്ടോ? എന്തുവാ വിളിക്കുന്നു? വിളിച്ചല്ല, ഹമ്മിങ്ങാണെന്ന്. അമ്മയാ? हवा हवा ये हवा कुछ भी लुटा दी कबा कबा ये कबा कुछ भी लुटा दी. മതി 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 മതി. എന്തുവാ ഇനിയും കവച്ച കീറും. കവാ കവാ. നീ പാടുന്ന, നീ എവിടെ ഈ പാട്ട് പാടുന്നത്? സ്റ്റേജിലാണല്ലോ സാറിന് പാടുന്നത്. എന്റെ സ്റ്റേജിൽ നീ പാട്ട് പാടുന്ന, എന്നിട്ട് വേണം മൈക്കെല്ലാം ചവിട്ടി പറിച്ചെടുക്കാൻ. ആൾക്കാരുടെ പോയി പാടിയാൽ മതി. അവിടേക്ക് നല്ല മുട്ടായി കയറി ചവിട്ടല്ലോ. ഓ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൊമാൻസ് സോങ് എടുക്കാം. ഏറ്റവും കൂടുതൽ വെളിയിൽ പെണ്ണുങ്ങളും കൊച്ചുകുട്ടികളൊക്കെ ഇരിക്കുന്നത് റൊമാൻസ് ആകുമ്പോൾ ഒരു സുഖം വരും. റൊമാൻസ് ഹിന്ദിയിലുണ്ട്. റൊമാൻസ്. നമസ്കാരം കൊട്ടഞ്ചിറ. ഇത് നമ്മുടെ ऐसा के पता है ऐसा नागर ഈ പാട്ടിന് നിനക്ക് പൈസ തരത്തില്ല. നിന്റെ മൂക്കിന് ഞാൻ പൈസ തരും. അതെന്തിന്? പാട്ട് പാടാന്ന് വായിക്കൊണ്ട് പാടാം. അങ്ങനെ പാടുന്നു പറ്റത്തില്ല. പാടാൻ പറ്റത്തില്ല ഇവിടെ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടും കുറേ സ്റ്റേജുകളിൽ ഞാൻ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്നതാ. ഞാൻ മെലഡിയാ അല്ലയോടി. സരസ്വതി ഇപ്പൊ പറഞ്ഞു വന്നതേ ഉള്ളൂ ദേശാടനക്കിളി. അയച്ചിട്ടുണ്ട്, നോക്കിട്ട് പറയണേ. എന്റെ വൈഫാണ്. നീ അന്ന് ഈ ഗാനമേളയുടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നേ. നിന്റെ അന്നമാണോ ഈ ഗാനമേള? നീ ഇതുകൊണ്ട് ജീവിക്കുന്നതാണോ? എത്ര നാള്? കുറെ നാളായി കാണുമല്ലോ. ഇങ്ങേരൊരു വള്ളിക്കെട്ട. നീ അന്നം കൊണ്ട് ജീവിക്കുന്നതാന്ന് എന്റെ പൊന്നു കുഞ്ഞെ. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ പറയുക, ഇങ്ങേർക്ക് നാണവും ഇല്ല മാനവും ഇല്ല. പറമ്പി ഇറങ്ങി നൂത്തടി മേടിക്കും. നല്ലൊരു ജോലി ഉണ്ടായിട്ട് കള്ള മടി എടുത്ത് കള്ള ലീവ് എടുത്ത് ഇങ്ങേര് ഇവിടെ ഇരിക്കുക. നീ ഇതും കൊണ്ട് ജീവിക്കുന്നതാണെങ്കിൽ നിന്റെ കരിയർ നല്ലതിനായിട്ട് ഞാൻ പറയുക, ഈ വള്ളിക്കെട്ട് മേടിച്ച് നീ നിന്റെ തലയിൽ വെക്കരുത്. ദൈവത്തെ ഓർത്ത് നീ എന്തൊക്കെ കൊണ്ടുവന്നു അതെല്ലാം ചുരുട്ടിക്കയറ്റി അപ്പൊ തന്നെ വിട്ടോ. ഇങ്ങേരെ കൊണ്ട് പാട്ട് പാടിച്ച എന്റെ മോനെ നിന്റെ തീർന്നു. നിനക്ക് പിന്നെ വളർച്ചയുമില്ല ഉയർച്ചയുമില്ല ഒന്നുമില്ല. സ്വന്തം ചേച്ചിയാന്ന് പറയുന്ന രീതി നീ വിജയിച്ചാൽ മതി. നിന്റെ കണ്ണിലെ വിഷമം എനിക്ക് മനസ്സിലാവേണ്ടത്. ഏത് സിംഹം ആണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി നീ അങ്ങ് പറയണം. ഇങ്ങനെ കൊണ്ട് പാടിക്കരുത്. ഞാൻ പാടുപടി. പാടുവോ നിങ്ങള്? ഞാൻ പോയി പാടുപടി. പാടുവോ നിങ്ങൾ? ഫസ്റ്റ് കയറി രണ്ടെണ്ണം അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ കയറ്റത്തുള്ളൂ. മെനങ്ങാന്ന് 4 പോയി പല്ല്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന 4 സാന്ന് പറഞ്ഞാൽ സൗദി പോയി കിടക്കും. വെപ്പ സത്യമായിട്ടും കുഞ്ഞെങ്ങനെ കൊണ്ട് പാടിക്കരുതേ. നിന്റെ കരിയർ പോവും. എന്തുവാ വീട്ടിൽ വന്നേരം മുന്നേ എന്നെ നടക്കരുതില്ല കയറിപ്പടിയാത്ത. എന്റെ കണ്ണുനീർത്തുള്ളി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, നേരത്തെ കണ്ടായിരുന്നു. ഞാൻ കണ്ണുനീർത്തുള്ളി എന്നുള്ള പാട്ട് പാടി എടുക്കണ സാധനം പാടി കേൾക്കട്ടെ. കണ്ണുനീർത്തുള്ളിയെ തെങ്ങനെ സരി കിടന്നു പോലെ സ്ത്രീയോട് ഉപമിച്ച കാവ്യമാധവോ. ഈ പാട്ട് പാടുമ്പോ അതിന്റെ താളമില്ലേ സാറേ നമ്മള്? കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അങ്ങനെയാണ് പറയുന്നത്. ആരാ ഇപ്പൊ പാട്ട് പാടിയത്? ഞാൻ അയച്ചു പാടിയേ. അഭിനന്ദനം. താങ്ക് യു. നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടി കേട്ടോ. സത്യം പറയാലോ, നിങ്ങളുടെ ഈ വേഷം കെട്ടും മുടി കെട്ടും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മൊത്തം ചളിയാക്കുന്നു പറയുന്നത് ഉണ്ടെന്ന് തോന്നരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ പാട്ട് അറിയാം, വലിയ വലിയ ആൾക്കാർ പാടി വെച്ചേക്കുന്ന. പക്ഷെ നിങ്ങൾ തന്മയുക്തമായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി. അല്ലെങ്കിലും അങ്ങനെ നമ്മള് സ്വയം നമ്മളിൽ പാട്ടിൽ നമ്മൾ എന്തെങ്കിലും സ്വരങ്ങള് എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് ഇടുമ്പോഴാണ് അതൊരു മികവാകുന്നത് കേട്ടോ. കൺഗ്രാറ്റ്സ്, അടിപൊളി പാട്ടാ കേട്ടോ. പാട്ടിനകത്ത് പ്രത്യേകത ഞാൻ ഇടുന്നുണ്ടല്ലോ. മീശക്കാരൻ മാധവന് ഒരു പ്രത്യേകതരം ദോശ തിന്നാനാശ, ഒരു പ്രത്യേകതരം ദോശ തിന്നാനാശ. അങ്ങനെ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ പ്രത്യേകതരം ഇടുന്നുണ്ട്. പ്രത്യേകതരം ദോശയുടെ
കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഒരു പാട്ട് പാടുമ്പോ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഇടണം. ജനങ്ങളെ നമ്മൾ പിടിച്ചു വേണം. പിന്നെ? നമ്മളിപ്പോ സാറേ നമ്മളിപ്പോ പാടാൻ വേണ്ടി ഇപ്പൊ പറയുമ്പോഴത്തേക്കാണ് ഇപ്പൊ ജനങ്ങൾ കാണുമ്പോ നമ്മൾ പാടുമ്പോ നമ്മുടെ പാട്ട് കേട്ട് അവര് തിരിച്ച് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അവർ പാടണം. അതാണ് ഓഡിയൻസിന് നമ്മൾ കയ്യിലെടുക്കണം. അതാണ് ഞാൻ മണിക്കൂർ സാധനം കളിച്ചിരാം. കാച്ചിക്കുറുക്കിയാ 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 സ്നേഹത്തിൻ പാല്. യെസ് കാച്ചിക്കുറുക്കിയാ റൈറ്റ് കാച്ചിക്കുറുക്കിയാ റൈറ്റ് യു ക്യാൻ. കാച്ചി കൂച്ചി കീച്ചി. ഞാൻ പാടുന്ന എന്റെ പാട്ട് ഞാൻ പാടുന്ന പാട്ടിന്റെ അനുസരിച്ച് പാടിയാ മതി. ഞാനാണ് അതിനകത്ത് ലീഡ് ചെയ്ത് പാടുന്നത്. സിമ്പിൾ ആയിട്ട് പാടാൻ പറ്റുന്ന ഒരൊറ്റ പാട്ട് ഇയാളെ കൊണ്ട് പാടിപ്പിച്ച് 10 ദിവസം സമയമുണ്ട്. ഓരോ ദിവസം ഓരോ വരി ഓരോ സംഗതി വെച്ച് പഠിപ്പിച്ചാൽ മതി. അതാകുമ്പോ രക്ഷപ്പെടാം. ഇങ്ങനെ പേരും പോകത്തില്ല. എനിക്കറിയാം. പറയും അല്പന അറിയാവുന്ന പറയും. രണ്ടുപേരും അങ്ങനെ ഓരോന്ന് പഠിക്കും സാറേ. തുടങ്ങി വയ്യ. കോവിലിൽ പുലർവേളയിൽ കോവിലിൽ പുലർവേളയിൽ കോവിലിൽ ചവിട്ടി എവിടെ പോകും നിങ്ങള്? എവിടെ പോവാ? ചെറുക്കനെ സ്ട്രെയിൻ ചെയ്യിക്കാൻ തൊണ്ട പോലും വയ്യ കേട്ടോ. കേട്ട് പാട്. കോവിലിൽ പുലർവേളയിൽ കോവിലിൽ പുലർവേളയിൽ ചെങ്കതളിക്കൂമ്പിൽ ഓടിച്ച് താഴെ ഇടുകയാണ്. ആർക്കും കൊടുക്കത്തില്ല. ചെങ്കതളി. നമുക്കൊരു കാര്യം ചെയ്യാം. സ്വരങ്ങൾ തുടങ്ങാം. സ്വരങ്ങൾ അറിഞ്ഞു കൊടുത്തോണ്ടായിരിക്കും. മനെ ആ ഒന്നുകൂടെ ഒന്ന് പാടും ചിലപ്പം. ചെങ്കതളിക്കൂമ്പിൽ അല്ല മക്കള് പറഞ്ഞ പോലെ ആ സ്വരങ്ങളൊന്ന് പാടിക്കൊടുത്തേന്നു. സരിഗമപ്പ സരിഗമപ്പോ സരിഗമപ്പ നിതമഗരി ഈ ഗമയായിരുന്നോ കാണിച്ചോണ്ടിരുന്നത്? പാട്ടറിയാന്ന് പറഞ്ഞ ഈ ഗമയായിരുന്നോ കാണിച്ചോണ്ടിരുന്നത്? മനുഷ്യൻ നാടകം പാട്. സരിഗമ പദനിസ താനിത. മനുഷ്യന്മാരായ നാണം വേണം. ഞാൻ പറഞ്ഞു ഒരു പരിപാടി എന്ന് പറയുന്നത് ആ കമ്മിറ്റിക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്ര സ്ട്രെയിൻ ചെയ്തായിരിക്കും ഒരു പ്രോഗ്രാം. ഇതുപോലെയുള്ള വളകളിൽ ചെന്ന് കരോക്കെ വെച്ച് പാടി കുളമായോ? കഷ്ടപ്പാടിന്റെ വേദന ഇതിനൊക്കെ അറിയാമോ? ഇങ്ങനെ ധൈര്യം എന്തോ യൂണിഫോം ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ. കുഞ്ഞ എനിക്ക് ഇച്ചിരി തെണ്ണമുണ്ട്. ഞാൻ ഈ ഭാര്യ എന്ന് പറഞ്ഞു നടക്കുന്നത് എനിക്ക് ഇച്ചിരി തെണ്ണമുണ്ട്. ചേച്ചി സർക്കാരെ സിമ്പിളായിട്ട് പറഞ്ഞു. സർക്കാരില്ല കരയില്ല എനിക്ക് വിഷമമാണ്. സിമ്പിൾ ചെറുതായിട്ട് പാടിയാൽ മതി. ചെങ്കതളി കൂമ്പിൽ അഷ്ടമുടി ഇത്രയും നേരം വിളിച്ചു വരുത്തി എന്നെ പ്രാന്തടിപ്പിച്ചിട്ട് പറ. ചെങ്കതളി കൂമ്പിൽ ചെങ്കതളി കൂമ്പിൽ പാട് സാറേ പാട്. സരിഗമപ്പ നിതമഹരി ഞാനൊന്നും മിണ്ടാറില്ല. ഞാൻ പൈസ എന്റെ പടം വെച്ചിട്ട് എടുത്താ. ഒരു കാര്യം 23 ഞാൻ പാടുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ നീ എന്നെ അനുവദിക്കണം സ്റ്റേജില്. എന്താ കാര്യം വന്ന്? പ്രിയപ്പെട്ട കലാശ്രീകളെ, ഞങ്ങളുടെ ഗാനമേള ഇത്ര നേരം ആസ്വദിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. എന്റെ പരിപാടി ബുക്ക് ചെയ്യാനായി എന്റെ നമ്പർ വല്ലതും കൊടുത്താ അന്ന് ചേച്ചി കൊടുത്ത കുഴപ്പം എടാ ഇങ്ങേർക്ക് കൊള്ളുന്നെങ്കിൽ അവിടെ നിന്ന് കൊണ്ടാ പോരായോ? ഈ അഡ്രസ് പറഞ്ഞു കൊടുത്ത് വീട്ടിൽ വന്ന് ഇങ്ങനെ മേടിക്കുന്ന എന്തിനാ? ചേച്ചി പഠിക്കേണ്ട കാര്യമില്ല. കൂടെ ഞാനില്ലേ എല്ലാ കാര്യവും ഞാൻ എന്റെ ചെയ് സോങ്ങിൽ അങ്ങ് പഠിക്കും. വിശ്വസിക്കാവോ? വിശ്വസിച്ചോ? എന്നെ പറ്റി യാറ് എന്നെ சொன்னாലെന്നാ അത് இந்த காதில் வாங்கி அது அந்த காதில் குட்டும் முடிவெட்டும் தொழில் செய்யும் தொடர்தான் இல்லையே நமக்கெல்லாம் இந்த நேரம் തന്താര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 ാ അതും അങ്ങ് കളഞ്ഞു. നല്ലൊരു കൈയടി നസീർക്ക. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നന്നായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഇതേ കൂടുതൽ പ്രതികരിക്കാൻ പറ്റൂല കേട്ടോ. ഏത് പോസ്റ്റിലിരുന്നാലും
ഈ സംഗീതം എന്ന് പറഞ്ഞ സുമി പറഞ്ഞ പോലെ സംഗീതം എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാഗരം തന്നെയാണ്. ആ സാഗരം ഇത്ര മെനകേടാക്കാൻ പറ്റുമെന്ന് മനോജിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഗംഭീര കണ്ടുപിടുത്തമാണ് കേട്ടോ. പോലീസ് ഓർക്കസ്ട്രയിൽ നല്ല മനോഹരമായി പാടുന്ന പാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അവർക്ക് തന്നെ ഒരു ട്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് എത്ര 1-2 പോലീസ് സാറന്മാർ ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. അതെ, എന്തായാലും മനോഹരമായിട്ട് കേട്ടോ. എനിക്ക് ആ പോർഷൻസുകളൊക്കെയാണ് ചമ്പു വന്നതിന് ശേഷമുള്ള പോർഷനാണ്. ആദ്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ പ്രശ്നമാണ്, അത് കാര്യങ്ങൾ പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ഇതിന് ശേഷമുള്ള ആ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ചേഞ്ചായിരുന്നു കേട്ടോ. സുമി കലക്കി കേട്ടോ. സുമി ഇങ്ങനെ തന്നെ വേണം ഒരു ഭാര്യ ആയാൽ. ഞാൻ സുമിയെ ആക്ടറുടെ അടുത്തല്ല നിൽക്കുന്ന, ഭാര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ മുമ്പിലാണ് ഈ പറയുന്നത്. ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. ഇതിൽ മനോഹര ചമ്പു അടിപൊളിയായിരുന്നു. തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലൈക്ക് നല്ലവണ്ണം പാടുന്ന അതാ പറ്റിയ സ്ക്രാച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഗംഭീരം, അടിപൊളി, ഒന്നും പറയാനില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്പിയമ്മ നന്നായിരുന്നു കേട്ടാ, സൂപ്പർ നന്നായിരുന്നു. നിങ്ങൾ 3 പേരും എനിക്ക് പാതി പഴുത്ത പച്ചമുളക്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം തന്നെ കേക്ക്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ട് അവസാനം കരഞ്ഞപ്പോൾ പാവം തോന്നി കേട്ടോ. ആ സോഫയിലൊക്കെ കിടന്ന് ഇങ്ങനെ പറയുന്നത് പാവം തോന്നി. പക്ഷേ അത് കമന്ന് കിടന്നിട്ടൊക്കെ കാലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അവിടെ ഇരുന്ന് പാടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമായിട്ട് വൈഫായിട്ട് തന്നെ ഫീൽ ചെയ്തു സുമി. നന്നായിരുന്നു, സൂപ്പർ. അല്ല, ഈ പരിപാടി സ്ഥലത്ത് വൈഫിന്റെ ഡ്രസ്സാണോ കൊടുക്കുന്നത്? ഗംഭീര അന്വേഷണങ്ങളാണ് കേട്ടോ. സ്കിറ്റിന് വേണ്ടിയിട്ട് ആ അന്വേഷണങ്ങളൊക്കെ, കണ്ടുപിടുത്തങ്ങള്, പാട്ടുകളൊക്കെ നല്ല സെലക്ഷൻസ്, പാട്ടുകളൊക്കെ സൂപ്പർ. ചേട്ടാ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലട്ടാ. പിന്നെ എനിക്ക് സ്കിറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ ഭാര്യയുടെ കൂടെ നിൽക്കണോ എന്ന് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്. കാരണം നമ്മളൊരു ചെറിയ കലാകാരനാണ്. കല എന്ന് പറഞ്ഞത് ചെറുതായിട്ട് തീണ്ടി പോയിട്ടുള്ളെങ്കിലും അത് പുറത്തെടുക്കാനുള്ളൊരു വ്യഗ്രത ഉണ്ടാവും നമുക്ക്. ചിലപ്പോൾ അതുകൊണ്ട് വലുതാവുന്ന ആൾക്കാരുണ്ടാവും. നമ്മളേലും കൂടുതൽ കലയുള്ള ആളുകൾ നമ്മളേൽ പിറകിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ കലാകാരൻ എന്നാൽ കലാകാരി എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വലുതാവാം. എനിക്ക് തോന്നണേ ഇപ്പം പറഞ്ഞുകൂട്ട് ഭാര്യ പറഞ്ഞുകൂട്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം സൂക്ഷിക്കാനായിരിക്കും പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പറഞ്ഞപ്പോൾ കുറച്ച് വിഷമമുണ്ടായിരുന്നു. ഈ ചിരിച്ചെങ്കിലും സോഫയമ്മ കമന്ന് കിടന്നിട്ട് കരഞ്ഞ് നമ്മൾ ചിരിച്ചെങ്കിലും മതം വേണ്ടെന്ന് പറഞ്ഞാലും അല്ല ജാതി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അമ്പലക്കാരെ പള്ളിക്കാരെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് പുറത്തെടുത്ത് പോകും. അതാണ് ഇവിടെ കാണിച്ചത് നിങ്ങൾ. അത് വളരെ മനോഹരമായിരുന്നു കേട്ടോ. എനിക്ക് തമാശകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മനോജിന്റെ മുഖത്ത് നിന്നും കുറേ കാര്യങ്ങൾ ഞങ്ങൾ അത് തന്നെ നോക്കിയിരിക്കുവായിരുന്നു. ഒരു 6-10 മിനിറ്റോളം എനിക്ക് തോന്നണ് ഈ മനോജ് പാട്ട് എപ്പോഴാണെന്നറിയാമോ ഇദ്ദേഹം നന്നായിട്ട് പാട്ട് പാടുന്നു എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ തുടങ്ങിയുള്ള ചിരിയാണ്. കാരണം ആംപ്ലിഫയർ ന്യൂട്രലിൽ വന്ന് ഓഫാക്കി കളഞ്ഞ് ചില കുശുമ്പുകളൊക്കെ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് ഈ മനോജ് എടുത്ത് കാണിച്ചെന്നുള്ളതാണ്. എൻ്റെ പൊന്നു മനോജ്, നിങ്ങളുടെ മുഖത്ത് വന്ന കുറേ എക്സ്പ്രഷൻസ് ഉണ്ടല്ല, അത് ഗംഭീരമാണ്. അതിൻ്റെ കൂടെ ഇവർ നിന്നിട്ടുള്ള ഇവരുടെ സംസാരം വന്നില്ലെങ്കിൽ നമുക്കതുപോലെ എക്സ്പ്രഷൻ ഇടാനും പറ്റില്ല, നമുക്ക് ചിരിക്കാനും പറ്റില്ല. അതുപോലെ നിങ്ങളെ താത്തിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നല്ല പാട്ടുകാരന് കുറച്ച് പൈസ കൊടുക്കാം. അല്ല, ഞാൻ കൊടുത്തു ഒരു 16,000 രൂപ കൊടുക്കാം. 16,000 രൂപ. ഞാനൊരു 16 അതെ, 32,000 രൂപ ബാക്കി ഇതാ. ടോട്ടൽ എമൗണ്ട് 80,000 രൂപയുടെ സിൽവർ പഞ്ച്. ഈ കോമ്പിനേഷനിൽ വന്ന 2 സ്കിറ്റും പഞ്ചല്ലേ ശംഭു? ഉള്ള സൗണ്ട് വെച്ച് ഒരുപാട് സന്തോഷം. പറയാൻ പറ്റില്ല. എനിക്കറിയാം, ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ രാവിലെ മുതൽ നിൽക്കുന്നത്. അപ്പൊ 2 മിനിറ്റ് പറയാം. രണ്ടാമത്തെ സിൽവറാണ്. അതെ, പിന്നെ കളിക്കുമ്പോൾ രസമുണ്ട്, സ്കിറ്റ് ചെയ്യുമ്പോൾ രസമുണ്ട്. അതിന്റെ ഒരു ഗുണം കിട്ടി. അത് നമുക്ക് കാണാനുണ്ട്. ശംഭു ഭയങ്കര എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതെ, ഇങ്ങനെ പോട്ടെ. സുമി, സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ശംഭുചേട്ടന് സ്ട്രെയിൻ എടുത്ത കാരണം സത്യം പറഞ്ഞാൽ പാട്ട് പാടുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് റെസ്റ്റൊക്കെ ചെയ്ത് ഉള്ള സമയം കൊണ്ട് ചേട്ടൻ കഴിയുന്ന പരമാവധി സ്കിറ്റ് വിജയിപ്പിക്കാൻ നോക്കി. അതുപോലെ മനോജേട്ടൻ ത്രെഡും കണ്ടന്റും ഒക്കെ ഓൾറെഡി മനോജേട്ടൻ റൂട്ടാക്കി വെച്ചിരുന്നു. അപ്പം ഒരു സന്തോഷം. സാർ എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് പോലീസിൽ പാട്ട് പാടുന്ന ആൾക്കാർ. ഇവിടെ വന്ന് പാടിയ ആൾക്കാരുണ്ട്.
അവരോടൊക്കെ ഞാൻ ചോദിച്ചു ഇതിന് സാധനം ചെയ്തതിന്. അപ്പൊ ഈ ലീവൊക്കെ വിളിച്ചു ചോദിക്കുന്ന ആരോടാന്നൊക്കെ അവരോടാണ് ഞാൻ ചോദിച്ചത്. സർക്കിളിനോടാണ് ലീവ് വാങ്ങിക്കുന്നത്. ഞാൻ അപ്പൊ അതൊക്കെ നമുക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവർക്ക് ഇതൊരു അനുഭവം ഉണ്ടായ കുറെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത്. നമ്മുടെ ഈ ഐറ്റം വേറെ ഒരുപാട് സ്റ്റേഷനിലുള്ള സാർമാർ കാണുന്ന നമ്മുടെ സ്കിറ്റൊക്കെ ഇടുക്കി നവലാട്ട് സാറ്, പിന്നെ അങ്ങനെ കുറെ അവിടുന്ന് പത്തനംതിട്ട അങ്ങനെ കുറെ ആൾക്കാർ സാർമാരൊക്കെ വിളിക്കും ഞങ്ങളെ. അവരൊരു ഐറ്റം പേരുടെ വലിയ ഫാനാണ്. അതൊക്കെ അവര് എല്ലാവരുടെ അന്വേഷണം പറയണം എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സ്റ്റേഷനിലെ അവരും നമ്മുടെ ഷോ ആണ് ഫ്രീ ആണ്. കാര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തപ്പോ കണ്ട. അപ്പൊ ഒരു നല്ല കേടി നമ്മുടെ ആയിട്ട് അടുത്ത പരിപാടി പാടണ്ടേ? ഓക്കെ. കോടി പറന്നേ തെരയിഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ടേ സട്ടക്ക് 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 തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ. പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട്ടക്കേറി വാ. അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം. തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയ പോവുമേ ഹര ഹരോ ഹരാ. വണ്ടികളെ തുരത്തിയോടും വണ്ടി ഇത്, പറക്കും വണ്ടി ഇത്, പാവങ്ങളുടെ വണ്ടി ഇത്, കുറുകുറുമ്പന്റെ വണ്ടി ഇത്, കുടുംബങ്ങൾക്ക് വേണ്ടി ഇത്. കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും. ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും. റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ചാടിയ തങ്കമ്മേ നിന്റെ പഴക്കമ്പച്ചിലി നോടുക്ക് കിട്ടൊടി തങ്കമ്മേ. മരത്തിന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പഴക്കമ്പച്ചിലി നോടുക്ക് കിട്ടൊടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. മരത്തിന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കമ്പച്ചിലി നോടുക്കും കിട്ടൊടി തങ്കമ്മേ. കുടുംബവാസിന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ, നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ.
ശിവദാസിന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ നിന്നെ നടപ്പ് കണ്ടി ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ പട്ടി പിടിക്കല് കുട്ടികളിലടി തങ്കമ്മേ ഞാൻ കാര്യം പറയുമ്പോ പട്ടം പിടിക്കല് തങ്കമ്മേ പട്ടി പിടിക്കല് കുട്ടികളിലടി തങ്കമ്മേ ഞാൻ കാര്യം പറയുമ്പോ പട്ടം പിടിക്കല് തങ്കമ്മേ ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ ഇത് വളരെയടവൻ കരഞ്ഞതാണടി തങ്കമ്മേ ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മോ ഇത് വളരെയടവൻ കരഞ്ഞതാണടി തങ്കമ്മേ പരുന്തന്റെ പൊമ്പൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്നെ പറക്കം പാച്ചിരി നോൽക്കം കിച്ചൊടി തങ്കമ്മേ ഈ കയ്യടി പോരാ. കയ്യടി കാര്യം കിടക്കാച്ച 2 ഐറ്റങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് റാംബോക്ക്, ഒന്ന് നല്ല 3-4 പാട്ടിന് അല്ലേ ആ മിക്സിന് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല എനർജി ആയിട്ട് ഡാൻസ് കളിച്ചു. ഇവരിങ്ങനെ കളിച്ചത്, ഇവരിങ്ങനെ പെർഫോം ചെയ്തതിന് ഇവർ ഈ ഫ്ലോറിൽ എത്താൻ കാരണക്കാരായിട്ടുള്ള കുറച്ച് പയ്യന്മാരുണ്ട്. ടീം ക്ലബ് യുവതാര. ആ യുവതാരയാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് തോന്നുന്നു. ബോയ്സ് ആൻഡ് ഗേൾസ് ഓടിവാടാ. ഒരു നല്ല കൈയടി ഇവർക്ക് എല്ലാവർക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവതാരം എന്ന് പറഞ്ഞ ക്ലബ്ബാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. ജിതിൻ നമ്മളോട് മൊത്തത്തിൽ ഒന്ന് ഉരുട്ടിപ്പറ്റി എല്ലാത്തിനെയും പറ്റി പറയുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇവരെല്ലാരും പറഞ്ഞുകൊണ്ടിരുന്ന ആ മെമ്പർ അത് ഇദ്ദേഹമാണ്. ആദ്യം മെമ്പറിനാണ് ആദ്യം ഒരു അഭിനന്ദനം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പ്ലീസ് പറഞ്ഞോളൂ. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ തേനിപ്പലം പഞ്ചായത്തിൽ 9-ാം വാർഡിലുള്ള ടീം യുവതാരയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു പെർഫോമൻസ് പൂർണ്ണമായിട്ടും ഈ മെമ്പേഴ്സാണ് ഇതിൻ്റെ ഫുള്ള് പ്രവർത്തനത്തിൽ നിന്നിട്ടുള്ളത്. ഇവിടെ വരാത്ത ആളുകളുമുണ്ട്, അവരെ ഓർമ്മിക്കുന്നു. മുഴുവൻ ആളുകളും, ഞങ്ങൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വേദിയാണ് ഇവിടെ ഈ ഫ്ലവേഴ്സിൻ്റെ വേദി. ഞങ്ങൾക്ക് ഈ ക്ഷണം തന്ന നിങ്ങൾക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. എടുത്തു പറയാനുള്ളത് ഞങ്ങളെ വാർഡ് മെമ്പർ നിഷാബാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റംസ് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് നമ്മുടെ വായനശാലയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള ദീപക്കാണ് ഈ ഒരു 60-70 വയസ്സുള്ള ആളുകളെ വെച്ച് ഒരു ഫാഷൻ ഷോ ചെയ്താൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ളൊരു ഉപദേശം തന്ന ദീപക്കാണ്. അതുപോലെ തന്നെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അൾട്ടിമേറ്റ് A to Z കാര്യങ്ങൾ നിയന്ത്രിച്ചത് വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ യുവതാരയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള നിഷാബിന് ഞാനൊരു 2 വാക്ക് സംസാരിക്കാൻ കൊടുക്കുക. ഞങ്ങളുടെ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിലെ വയോജന കലാമേളയിൽ വ്യത്യസ്തമായുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു ഫാഷൻ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വലിയ രീതിയിൽ പഞ്ചായത്തിനകത്തും പുറത്തുമായിട്ട് വലിയ റീച്ച് ലഭിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വാർഡിനകത്തെ ഏറ്റവും മികച്ച കർഷകരാണ്, അതാണ് ഏറ്റവും മികച്ച അവാർഡ് വാങ്ങിയിട്ടുള്ള കർഷകരാണ് ഇന്ന് ഇവിടെ ഈ ഫ്ലോറിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. അത്രയും എനർജി അവർക്ക് കിട്ടിയിട്ടുള്ളത് അവർ കൃഷിയിൽ നിന്ന് അവർ ഉൾക്കൊണ്ട പാഠത്തിൽ കൂടിയാണ്. അതാണ് നമ്മൾ അവരടുത്ത് ഈ ആശയം പറഞ്ഞ സമയത്ത് അവരത് എങ്ങനെ അത് നമുക്ക് പ്രാവർത്തികമാക്കി തരുന്നുള്ളതിലൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പാടത്തു നിന്നുള്ള കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അവരുടെ എനർജിയാണ് അവരിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വലിയ വിജയമായിട്ടുണ്ട്. ഈ ഒരു ആശയം നമ്മൾ മനസ്സിൽ വന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഫാഷൻ ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാഷൻ ഡിസൈനറായിട്ടുള്ള ഈ ആവണിയാണ് എല്ലാ അതിൻ്റെ വസ്ത്രാലങ്കാരം മുഴുവൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആവണിയും അതോടൊപ്പമുള്ള വരുണ്, ആദിൽ തുടങ്ങിയിട്ടുള്ള യുവതാരയുടെ ടീം അംഗങ്ങൾ മുഴുവൻ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ പരിപാടി. പഞ്ചായത്തിന്റെ പേരെന്തായിരുന്നു? തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത്. ഈ ബാക്കിയുള്ള പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഇത് ഒരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ 50+ 60+ ആയ അപ്പച്ചമാരെ അമ്മച്ചമാരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ സമയം ഇനിയാണ് തുടങ്ങുന്നതെന്ന് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ അവരെ പ്രാപ്തരാക്കി എടുക്കാം. ഓക്കെ നസീർക്ക? അല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം അവിടെ ഇങ്ങനെയുള്ള കുറേ കലാകാരന്മാരെ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ ഘടകം തന്നെയാണ്. അതിൽ നിങ്ങൾ 100% വിജയിച്ചു. അംബികമ്മ, ഇന്നാണ് ഇത് ഐറ്റം വേറെ എന്നുള്ളത് കറക്റ്റായി. അവിടെ സ്റ്റേജിൽ നിൽക്കുന്ന ടീനേജേഴ്സും സീനിയർ ടീനേജേഴ്സും ചേർന്നപ്പോൾ കറക്റ്റായി അല്ലേ?
ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ എനിക്കൊന്ന് കുറച്ച് ഒരു 3-4 തലമുറ കാണാം ഈ അതാ പറഞ്ഞത്. തുടങ്ങിയ കാണാം അല്ലേ? അതാ പറഞ്ഞ ഈ വയോജന എന്നുള്ളതിനേക്കാളും സീനിയർ ടീനേജേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് അവർ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അവരുടെ എനർജി കണ്ടപ്പോൾ സത്യം ഈ പറഞ്ഞ പോലെ പാടത്ത് കൃഷിയെടുത്തതിൻ്റെ അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ മെമ്പർ ശരിക്കും പറഞ്ഞാൽ ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തന്നെ വേണം. കാരണം നമുക്കിപ്പോൾ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. അത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞ്, നമ്മളിപ്പോൾ കൊണ്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മുമ്പിൽ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞ്. കാരണം എന്ത് സ്റ്റാമിന ആയിരുന്നു നിങ്ങൾക്ക്. അതെനിക്ക് മെമ്പർ പറഞ്ഞ പോലെ തന്നെ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഉള്ള പ്രത്യേകതരം ഒരു മൈൻഡും, കാരണം അവർക്ക് സൂര്യപ്രകാശം, അവരതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഒരു പവർ നിങ്ങളിവിടെ കാണിച്ചിട്ടാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പഞ്ചായത്തും കേരളത്തിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഇതൊന്ന് കണ്ടു പഠിക്കട്ടെ. കുറെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വരാൻ പറ്റുമെന്ന് സംശയമുണ്ട്. ഇവരെ കണ്ടു പഠിച്ചാൽ മാത്രം മതി. അതേ പറയാം, ഇത് മാതൃകയാക്കാൻ പറ്റിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇത് മാതൃകയാക്കാൻ പറ്റുന്നൊരു. അതേപോലെ ഇത് ഐറ്റം വേറെ പ്രായപരിധിയേ ഇല്ല, ആർക്കും വരാം. ഞാൻ വേറൊരു കാഴ്ച, ഇപ്പൊ നമ്മള് ഇവരുടെയൊക്കെ ഡാൻസ് ഇവിടുന്ന് കണ്ടോണ്ടിരിക്കല്ലേ. ഇപ്പൊ പണ്ട് കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ മക്കളുമാരാണ് സ്റ്റേജിൽ നിന്ന് കളിക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. ഇവിടെ ഇന്ന് ചേട്ടന്മാർ ഇവിടെ നിന്ന് കളിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ചെറുക്കാട്ടി, അത് ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു അത്. പേര് വേണം മക്കളെ? ആദവകൃഷ്ണ. ആദവകൃഷ്ണ പഠിക്കുന്നേ 6D. ഓ ബ്രോസ്ക്. അപ്പോ ഒരു നല്ല കൈയടി ഇവർക്ക് എല്ലാവർക്കും. തേഞ്ഞിപ്പാലം ഗ്രാമപഞ്ചായത്തിന് അവിടുത്തെ മെമ്പർക്ക് എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇനി വരട്ടെ. ഒരുപാട് ആൾക്കാർ കലയുടെ രംഗത്തേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഫ്ലവേഴ്സ് ചാനൽ തുറു വരുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയധികം സന്തോഷം. ഐറ്റം വേറയിലൂടെ വരുവാണെങ്കിൽ ഇരട്ടി സന്തോഷം. അപ്പൊ എല്ലാരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനി നമ്മൾ കാണും കേട്ടോ. ഓക്കെ, ഒരു നല്ല കൈയടി ഇവർക്ക്. താങ്ക് യു സോ മച്ച്. തൽക്കാലം ഇന്നത്തെ സ്കിറ്റുകൾക്ക്, ഇന്നത്തെ ചിരിക്ക്, ഇന്നത്തെ കോമഡിക്കൊക്കെ വിടാം. ഇതിലും നല്ല സ്കിറ്റുകളും ഇതിലും ഒരുപാട് കൗണ്ടറുള്ള സ്കിറ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.